ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം കൂടിയാണല്ലേ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് വന്ന സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റ്സ് വാങ്ങാം. അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റത്തില്ല, പ്രോഡക്റ്റ്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ്സ് അയച്ചും തരുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കുന്നവരോട് ഒരു കാര്യം കേട്ടോ, നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മെസ്സേജ് അയക്കരുത്. അതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിലും ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്തപ്പം ഞാൻ അതങ്ങ് പറയുവാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണി തൊട്ട് ഒരു ആൾ മെസ്സേജ് അയക്കുന്നതാണ്. പുള്ളി ഫിലിപ്സ് റേഡിയോയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ച് പുള്ളി ഇങ്ങനെ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് അല്ലെ 10 മിനിറ്റ് ഇടവിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ച് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പോസ്റ്റ് ഓഫീസ് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്ന ഒന്നെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അല്ലെങ്കിൽ DTDC കൊറിയർ വഴിയാണ് പ്രോഡക്റ്റ്സ് അയക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്ക് DTDC കൊറിയർ പറ്റത്തില്ല, പ്രൊഫഷണൽ കൊറിയർ വഴി അയക്കണം, എങ്കിലാണ് വീട്ടിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഓക്കെ പറഞ്ഞു, അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അക്കൗണ്ട് നമ്പർ വേണം, പുള്ളിയുടെ അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ ഇത്രയും കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പുള്ളി പ്രോഡക്റ്റിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അതിനുശേഷമാണ് പുള്ളി അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിയുടെ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു, പുള്ളിയുടെ അഡ്രസ്സ് അയച്ചു. പിന്നെയും പുള്ളി ഇങ്ങനെ ഇട്ട് വലിച്ചു നീട്ടുവാണ്. ഒരു 10:30 വരെ ഈ മനുഷ്യന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10:30 ആയപ്പോഴത്തേക്കും ഈ മനുഷ്യൻ പറയുവാണ് ഈ റേഡിയോ എന്നിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് കുറേ ഫോർവേഡ് ചെയ്തേക്കുവാണ് മെസ്സേജുകളൊക്കെ. ഫ്ലിപ്കാർട്ടിൽ അത്ര റേറ്റാണ്, ആമസോണിൽ ഇത്ര റേറ്റാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ നമ്മളെ മെനക്കെടുത്താനായിട്ട് ആരും മെസ്സേജ് അയക്കേണ്ടതില്ല. കാരണം നിങ്ങൾ പലരും ചിലപ്പം ഒരു ടൈം പാസിന് വേണ്ടിയായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈം പാസിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. ഇത് ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതും വാട്സാപ്പ് നമ്പർ തരുന്നതും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റി അറിയുന്നതിന് മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും ഡീറ്റെയിൽസ് ചോദിച്ച് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂറാണ് ആ മനുഷ്യൻ നമ്മുടെ സമയം മെനക്കെടുത്തിയത്. അപ്പോൾ അയാളെ അഡ്രസ്സ് തന്നത് ഇതാണ്: സിദ്ദിഖ്, നടുവട്ടം, കുറ്റിപ്പുറം, മലപ്പുറം. അയാളുടെ ഫോൺ നമ്പറും ഉണ്ട്. അപ്പോൾ ഇത്രയും അഡ്രസ്സും ഒക്കെ തന്നേച്ച് പിന്നെ ഈ 2.5 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളെ അങ്ങനെ ചീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മെസ്സേജ് അയക്കുന്നവരോട് അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കുന്നവർ. അപ്പം ഡിസ്റ്റർബ് ചെയ്യാൻ മെസ്സേജ് അയക്കുന്നവർ ഒന്ന് ഓർക്കുക, നിങ്ങളെപ്പോലെ വേറെ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്നവരല്ല നമ്മൾ. നമുക്ക് നമ്മുടെ സമയം തന്നെ തികയുന്നില്ല. ഡെയിലി 24 hours പോലും നമുക്ക് തികയുന്നില്ല. അത്രയ്ക്കും നമുക്ക് തിരക്കാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഇലക്ട്രോണിക്സിൻ്റെ നമ്മൾ ഷോപ്പ് നടത്തുന്നു, ഓൺലൈനിൽ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജ്വല്ലറിയുടെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈനിൽ പ്രോഡക്റ്റ്സ് എല്ലാം അയക്കണം, അതിൻ്റെ പാക്കിങ് അയക്കണം, അങ്ങനെ ഒത്തിരി തിരക്കുകളുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരും മെസ്സേജ് അയക്കേണ്ടതില്ല. പ്രോഡക്ട്സിനെ പറ്റി അറിയാനും അല്ലെങ്കിൽ വാങ്ങിക്കാനും വേണ്ടി മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഒരു 2-2.5 മണിക്കൂർ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഈ സാധനം അവിടെ വെറുതെ കിട്ടും ഇവിടെ വെറുതെ കിട്ടും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം, അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ മേടിക്കേണ്ടവർ ഓൺലൈനിൽ മേടിക്കുക, അതിന് നമ്മൾ ഒരിക്കലും എതിരല്ല. പക്ഷേ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് സമയം കളയാനില്ല. നമ്മുടെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം നമ്മളൊരു പ്രോഡക്റ്റിന്റെ വില പറയും. നിങ്ങൾ ആദ്യമേ വില ചോദിക്കുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിന്റെ വില പറയുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം റേറ്റ് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെയും ഈ 2-2.5 മണിക്കൂർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമല്ലേ. നമ്മുടെ അക്കൗണ്ട് നമ്പർ മേടിക്കുന്നു, അവരുടെ അഡ്രസ്സ് അയച്ചു തരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടുന്ന റേറ്റിനൊന്നും ഒരു ഷോപ്പിൽ പ്രോഡക്റ്റ് കിട്ടുമല്ലെന്നുള്ളതും നിങ്ങൾക്കറിയാം. കാരണം ഇത് ഇന്നും തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം അല്ലല്ലോ. വർഷങ്ങളായിട്ട് നിങ്ങൾ ഓൺലൈനിൽ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടുന്ന വിലയ്ക്കൊന്നും ഒരു പ്രോഡക്റ്റും ഒരു ഷോപ്പിലും കിട്ടില്ല എന്നുള്ളത്. അപ്പം മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് റേഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വാറണ്ടി ഇല്ലാത്ത റേഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാറണ്ടി ഉള്ളത് ഫിലിപ്സിൻ്റെ ഉണ്ട്, ഐബെല്ലിൻ്റെ ഉണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് വാറണ്ടി ഇല്ലാത്ത റേഡിയോ ആണ്. അപ്പോൾ ഇത് ഒരു 1000 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ബാറ്ററിയിലും വർക്ക് ചെയ്യും,
നമുക്ക് AC കോഡ് ഉപയോഗിച്ചും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് വൺ ഇത് ചെറിയ റേഡിയോ, 2 ബാറ്ററിയുടെ റേഡിയോ ആണ്. അപ്പോൾ ഇതിന് 5 ബാൻഡാണ് വരുന്നത്. മീഡിയം, ഷോർട്ട്, FM, TV1, TV2 എന്ന് പറഞ്ഞ 5 ബാൻഡ് റേഡിയോ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. 2 ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. AC കോഡ് വഴി നമുക്ക് AC കോഡ് ഉപയോഗിച്ച് കറണ്ടിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ തന്നെ 3 ബാറ്ററിയുടെയും വന്നിട്ടുണ്ട്. ഇതും വാറണ്ടി ഇല്ലാത്തതാണ്. 1000 രൂപ താഴെയാണ് റേറ്റ് വരുന്നത്. ഇതും 5 ബാൻഡിൻ്റെയാണ്. മീഡിയം വേവ്, ഷോർട്ട് വേവ്, FM, TV1, TV2 എന്ന് പറഞ്ഞിട്ട് 5 ബാൻഡിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതും വാറണ്ടി ഇല്ലാത്തതാണ്. 3 ബാറ്ററിയുടെ റേഡിയോ ആണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 14 വോൾട്ട് 5 ആംപിയർ ചാർജറാണ്. കാർ ബാറ്ററിയുടെയൊക്കെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എലിമിനേറ്ററാണിത്. 14 വോൾട്ട് 5 ആംപിയർ എലിമിനേറ്റർ. പിന്നെ വന്നിരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ തന്നെ 5 ആംപിയറിൻ്റെ ഉണ്ട്, 3 ആംപിയറിൻ്റെ. നമുക്ക് സ്കൂട്ടറിൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനുള്ള ഇതുപോലത്തെ ആംപിയർ കുറഞ്ഞിട്ടുള്ള എലിമിനേറ്ററുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് 20 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ആണ്. ഇത് വന്നിരിക്കുന്നത് 20 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ആണ്. ബേസ് മോഡൽ ആംപ്ലിഫയർ ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറുകൾ ഇതിൻ്റെ കൂടിയത് പലതരത്തിലുള്ളത് നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോസിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. 20 വാട്ട്സിൻ്റെ ഉണ്ട്, 40 വാട്ട്സിൻ്റെ ഉണ്ട്, 100 വാട്ട്സ്, 250 വാട്ട്സ്, അതുപോലെ സബ് വൂഫർ ആംപ്ലിഫയർ, മോസ്ഫിറ്റ് വെച്ചിട്ടുള്ളത്, ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള ആംപ്ലിഫയർ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇന്ന് വന്നിരിക്കുന്നത് ഈ ബേസ് മോഡലാണ് 20 വാട്ടിൻ്റെ. ഇത് 5 ഇഞ്ച് ഊഫർ ബോക്സ് ആണ്. ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വരുന്ന ഊഫർ ബോക്സ് ആണ്. നമുക്ക് ആംപ്ലിഫയർ കൊടുക്കാനായിട്ടുള്ള ബോക്സ് ആണിത്. അതായത് ഇതിനകത്ത് ഊഫറും ഉണ്ട്, 5 ഇഞ്ചിൻ്റെ ഊഫറും ഉണ്ട്, ട്യൂട്ടറും ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്ന ഒരു പെയറായിട്ട് വരുന്ന ഊഫർ ബോക്സ് ആണിത്. അപ്പോൾ ഇതെല്ലാം 5 ഇഞ്ചിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് XLR P38 മൈക്കിൻ്റെ കേബിളാണ്. ഇത് 10 മീറ്ററിൻ്റെയാണ് ഈ കേബിൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുന്ന കേബിൾ മാക്സിമം 10 മീറ്റർ വരെയാണ് വരുന്നത്. അതായത് ഒരു 1.5 മീറ്ററിൻ്റെ ഉണ്ട്, 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, അങ്ങനെയാണ് അതിൻ്റെ അളവുകൾ വരുന്നത്. ഇത് XLR P38. അപ്പോൾ ഇതിൻ്റെ ഈ P38 തന്നെ മൈക്ക് കേബിൾ നമുക്ക് പലതരത്തിലുള്ളതുണ്ട്. 2 ഓക്സും, 1 സൈഡ് ഓക്സും, ചെറിയ ഓക്സ് പിന്നും, ഓപ്പോസിറ്റ് സൈഡ് ജാക്ക് വരുന്നത്, ആംപ്ലിഫയറിലോട്ട് കൊടുക്കാനുള്ള ജാക്ക് വരുന്നത്, അങ്ങനെ പലതരത്തിലുള്ള മൈക്ക് കേബിൾസ് അവൈലബിൾ ആണ്. ഏത് പിന്നാണ് വേണ്ടതെന്ന് ഉള്ളത് വെച്ചാൽ അത് വെച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഇത് 5 മീറ്ററിൻ്റെ XLR P38 തന്നെ ഇത് 5 മീറ്ററിൻ്റെ കേബിളാണ്. ഇതുപോലെ തന്നെ 3 മീറ്ററിൻ്റെ, 1.5 മീറ്ററിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിരിക്കുന്ന പയനീറിൻ്റെ 500 വാട്ട് കാർ സ്റ്റീരിയോ സ്പീക്കർ, ഓവൽ ഷേപ്പാണ്. ഇത് ഗ്രില്ലോട് കൂടിയാണ് ഇത് വരുന്നത്. ഇങ്ങനെ 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് ഇത് വരുന്നത്. 500 വാട്ട്സ് ആണ്. ഇത് രണ്ടും 107. അപ്പോൾ ഇത് രണ്ടും സെയിം ആ പ്രോഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് AC റിമോട്ടാണ്. ഇതൊരു 30-in-1 AC റിമോട്ട്, അതായത് ഒരു യൂണിവേഴ്സൽ റിമോട്ട് എന്ന് പറയാം ACയുടെ. അത് കുറേ മോഡലുകൾ അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മോഡലുകൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു AC റിമോട്ടാണിത്. പിന്നെ അടുത്തത് ഇത് ബ്ലൂ സ്റ്റാർ ACയുടെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത്, പിന്നെ ഇതൊരു TV റിമോട്ടാണ്. പല TVകൾക്കും ഇത് കോമൺ ആയിട്ട് വരാറുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് TVകൾ ഇറങ്ങുന്നുള്ളതുകൊണ്ട് പലതിനും പല റിമോട്ടുകളും കോമൺ ആയിരിക്കും. അതുകൊണ്ട് അത് പലതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിമോട്ടാണ്. അടുത്തത് ഇത് ലോയിഡിൻ്റെ ഒരു മോഡലാണ്. ഇപ്പോൾ ലോയിഡിനൊക്കെ ആണെങ്കിലും ഒരുപാട് മോഡൽസ് റിമോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് അതിൽ ഒരെണ്ണം മാത്രമാണ്. ഇതും അതുപോലെ തന്നെ ഒരു കോമൺ റിമോട്ടാണ്. പലതരം TVക്ക് ഈ ഒരു സെയിം മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ടുകൾ വാങ്ങാൻ പോകുമ്പം അല്ലെങ്കിൽ ഇവിടെ വരുമ്പം നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ പോകുമ്പം നിങ്ങളുടെ പഴയ റിമോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുപോവുക. അതാകുമ്പോൾ നിങ്ങൾക്ക് റിമോട്ട് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇത് വന്നിരിക്കുന്നത് ഒരു ഹോം തിയേറ്റർ യൂണിവേഴ്സൽ റിമോട്ടാണ്. ഇതിനകത്ത് ബെസ്റ്റോൺ, കോണിക്, ഡെൽട്രോൺ,
ഓസ്കാർ, ടാർജറ്റ്, തക്കായി, അങ്ങനെ കുറേ പേരുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ മോഡൽസിന് സ്യൂട്ടാവുന്ന ഹോം തിയേറ്റർ റിമോട്ടാണിത്. ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന റിമോട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ റിമോട്ടിൻ്റെ പിക്ക് തരുവാണെങ്കിൽ നമ്മളത് വരുത്തി തരുന്നതായിരിക്കും. ഓർഡർ തരുവാണെങ്കിൽ റിമോട്ടുകൾ വരുത്തി തരുന്നതായിരിക്കും. അടുത്തത് ഇംപെക്സ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്. ഇത് സോൾഡറിങ് അയണിൻ്റെ ടിപ്പാണ്. അതായത് ഇങ്ങനത്തെ ടിപ്പ് വീതി കുറഞ്ഞ ചെറിയ ഷാർപ്പ് ടിപ്പ് വരുന്നതാണ്. നമുക്ക് മറ്റേതിൻ്റെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള ഷാർപ്പ് ടിപ്പ്. ഇത് ഏകദേശം. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് പാനാസോണിക് AC റിമോട്ട്. ഇതിന് പിന്നെ ഇത് വന്നിരിക്കുന്നത് ഹയർ ടി വിയുടെ റിമോട്ടാണ്, ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് കോമൺ LCD റിമോട്ട്, യൂണിവേഴ്സൽ LG റിമോട്ടാണ് ഇത്. ഈ ഒരു ഐറ്റം യൂണിവേഴ്സൽ റിമോട്ടാണ്, LGയുടെ യൂണിവേഴ്സൽ റിമോട്ടാണ് ഇത്. LGയുടെ കുറേ മോഡലുകൾക്ക് ഇത് സ്യൂട്ടാവും. പിന്നെ വന്നിരിക്കുന്നത് ഇത് സാംസങ്ങിൻ്റെ യൂണിവേഴ്സൽ റിമോട്ട്. ഇത് നമ്മുടെ പഴയ പിക്ചർ ട്യൂബുള്ള ടി വിയുടെ റിമോട്ടാണ്. അതൊരു ഓർഡർ CRT ബേസ് ഉള്ള ടി വിയുടെ റിമോട്ടാണ്. അതൊരു ഓർഡർ ഉണ്ടായിരുന്നു, അങ്ങനെ വരുത്തിയതാണിത്. പഴയ മോഡൽ സാംസങ് ടി വിയുടെ റിമോട്ട്, യൂണിവേഴ്സൽ റിമോട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് സോണി ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള റിമോട്ടുകളൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വരുത്തി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പ്രോഡക്റ്റ്സ് അയച്ചും തരുന്നതായിരിക്കും. താങ്ക് യു.